Dear students, welcome to our new academic year. In this semester, I am handling a problem paper, Income Tax Law and Accounts. It includes 60% problem and 40% theory. So, you should keep a separate notebook for income tax. There are 5 modules in this subject. First module contains introductory part and remaining 4 modules includes 5 heads of income. Let's go through module. Module 1. Basic concepts. Incomes. Agricultural income, person, assessee, assessment year, previous year, gross total income, maximum marginal rate of tax, residential status, scope of total income on the basis of residential status, and exempted income. Let's start with introduction. Government plays a vital role for the development of our nation by making heavy investment on important areas such as infrastructure, education, etc. For this purpose, government raises fund by levying taxes, fees, penalty, fines, etc. അതായത് നമ്മുടെ കൺട്രീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയൊക്കെ. ഈ ഫണ്ടെല്ലാം ഗവൺമെൻറ് റൈസ് ചെയ്യുന്നത് ടാക്സ്, ഫീസ്, പെനാൽറ്റി, ഫൈൻസ് എന്നിവയിലൂടെയാണ്. അതിലൊരു മേജർ പാർട്ടാണ് ടാക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ടാക്സ്? It is a compulsory contribution imposed by government from the person to meet public expenditure. Tax is the major source of revenue of government. ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടി? ടു മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ ടാക്സ് ആണ് ഗവൺമെന്റിന്റെ ഒരു മേജർ റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, എക്സെട്ര. Our country offers a well-structured tax system. അതായത് ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, അതല്ല ലോക്കൽ അതോറിറ്റീസ് ആവാം. നമ്മുടെ കൺട്രിയിൽ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം തന്നെ നമ്മുടെ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സ്. There are 2 classification of tax, direct tax and indirect tax. First one, direct tax. When tax is levied on a person who pays the amount directly to the authority is called direct tax. Liability to pay tax and burden of tax on same person. അതായത് ഒരാൾ ടാക്സ് പേ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അതോറിറ്റിക്ക് ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിൻ്റെ ലാബിലിറ്റിയും ബേർഡനും ആ സെയിം പേഴ്സൺ തന്നെ ആയിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ സാലറി വാങ്ങണം. ആ സാലറി വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യാനുള്ള ലാബിലിറ്റി അയാൾ തന്നെയാണ്, അല്ലെങ്കിൽ സാലറി വാങ്ങുന്ന പേഴ്സൺ ആണ്. അതുപോലെ തന്നെ അത് ബേർഡൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? ആ സാലറി വാങ്ങുന്ന പേഴ്സൺ ആണ്. നെക്സ്റ്റ് വൺ, ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് paid by taxpayer indirectly through intermediary. Liability to pay tax on one person and burden of tax on another person. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞതാണെങ്കിൽ ടാക്സ് തന്നെയാണ്. ആ ടാക്സ് പേയർ എങ്ങനെ പേ ചെയ്യുന്ന? ഇൻഡയറക്ട്ലി, അതായത് ഏതെങ്കിലും ഇന്റർമീഡിയറിയിലൂടെ ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി പേ ചെയ്യുന്നത്, അതിൻ്റെ ലാബിലിറ്റി ഒരു പേഴ്സൺ ആയിരിക്കും, ബേർഡൻ വേറൊരു പേഴ്സണുമായിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് GST. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആ കസ്റ്റമറാണ്
ബേർഡൻ ഓഫ് ടാക്സ്. അയാളാണ് ആ ടാക്സ് ബേർഡൻ ചെയ്യുന്നത്. പക്ഷേ അത് പേ ചെയ്യാനുള്ള ലാബിലിറ്റി ആർക്കാണുള്ളത്? ആ ഒരു അല്ലെങ്കിൽ ആ ഒരു റീറ്റെയിലറിനാണ്. നെക്സ്റ്റ്, ഇൻകം ടാക്സ്. നേരത്തെ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിളാണ്. ഇൻകം ടാക്സ് ഇസ് എ ഡയറക്റ്റ് ടാക്സ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സിനെയാണ് ഇൻകം ടാക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന് ഒരു മേജർ റവന്യൂ ആണ്. ആ ഒരു മേജർ റവന്യൂ അവർ കളക്ട് ചെയ്ത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഓരോ പോർഷനും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ്, ഫിനാൻസ് ആക്ട്. ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ദ ബഡ്ജറ്റ് in the parliament every year. Budget contains proposed policies and detailed tax proposals. Once the finance bill is approved by the parliament and get the assent of the president, it becomes finance act. അതായത് എല്ലാ വർഷവും പാർലമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റിന് 2 പാർട്ടായിട്ടാണ് പറയുന്നത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് പോളിസീസ് ആണ്. അതായത് ഒരു കൺട്രീനെ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളുമാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. പാർട്ട് ബി എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ടാക്സ് പ്രപ്പോസൽസ് ആണ്. അതായത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. അപ്പം ആദ്യം ആ ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് ബില്ല് പാർലമെന്റിൽ അപ്രൂവ് ചെയ്തതാണെങ്കിൽ, പ്രസിഡന്റിന്റെ അസന്റോട് കൂടി അപ്രൂവ് ചെയ്തതാണെങ്കിൽ അതെന്തായി മാറും? ഫിനാൻസ് ബില്ല് ഫിനാൻസ് ആക്ട് ആയിട്ട് മാറും. ഓക്കെ. നെക്സ്റ്റ്, ഇൻകം ടാക്സ് ആക്ട്. പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് വാസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻകം ടാക്സ് Act 1961, which is extended to the whole of India and became effective from 1st April 1962. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിലെ പ്രൊവിഷൻ അടങ്ങിയിരിക്കുന്ന ആക്ടിനെയാണ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. 1961 ആണ് ഇൻകം ടാക്സ് ആക്ട്. അത് ഇന്ത്യയിലെ എല്ലായിടത്തും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അത് ഇഫക്റ്റീവ് ആയത് 1st April 1962 നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ introduced in the year 1860 by Sir James Wilson. ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860. സർ ജെയിംസ് വിൽസൺ ആണ് ഈ ഒരു ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു മീറ്റ് ദ ലോസസ് സഫേർഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ലോസസ് സഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻകം ടാക്സ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെയറാഫ്റ്റർ സെവറൽ അമെൻമെന്റ്സ് വർ മെയ്ഡ് ഫ്രം ടൈം ടു ടൈം. അത് കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങളും അമെൻമെന്റ്സും കാര്യങ്ങളും വന്നു. In 1886, another income tax act was passed. This remained in the force up to 1970. അത് കഴിഞ്ഞ് 1886 ഒരു പുതിയൊരു ആക്ട് പാസ്സായി. അതൊരു 1970 വരെ, ആ ഒരു കാലഘട്ടം വരെ അത് നിലനിന്നു. അത് കഴിഞ്ഞ് in 1918 another act passed. 1918 വേറൊരു ആക്ട് പാസ്സായി. Replaced by another act in 1922 which remained in force till 1961. അത് കഴിഞ്ഞ് 1922 1918 ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ആക്ട് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് 1961 വരെ നിലനിന്നു. Government of India passed Income Tax Act in September 1961. ഈ 1961 മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കിയത്. It came into force with effect from 1st April 1962. 1961 സെപ്റ്റംബറിൽ അത് പാസ്സാക്കി. പക്ഷേ അത് ഇഫക്റ്റീവ് ആയത് 1st April 1962. നെക്സ്റ്റ്, Central Board of Direct Tax. Income Tax Act given the power to CBDT to make rules. It is the apex body of Income Tax Department. അതായത് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, പ്രൊവിഷൻ എല്ലാം മേക്ക് ഔട്ട് ചെയ്യാനുള്ള പവർ
CBDTക്കാണ് ഉള്ളത്. CBDT എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന എപ്പെക്സ് ബോഡി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എപ്പെക്സ് ബോഡിയാണ്. അതായത് സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സുപ്രീം അതോറിറ്റിയാണ് CBDT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് പെർഫോം വേരിയസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷനും പെർഫോം ചെയ്യുന്നതാണ് CBDTൻ്റെത്. അതിൻ്റെ ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ 1 ചെയർമാനും 6 മെമ്പേഴ്സുമാണ് അതിലെ പേഴ്സൺസ്. Okay students, this for today's session. See you next class. Thank you.